السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه الغج الميامين أما بعد. ആദരണീയരായ സത്യവിശ്വാസികളെ, റമദാൻ മാസം 19 2024 മാർച്ച് 29 ഖീമത്തുൽ അതാ, ദാനധർമ്മങ്ങളുടെ മൂല്യവും പ്രാധാന്യവും എന്ന പ്രമേയമാണ് UAE ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങളെ തഖ്വയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമുക്ക് ചുറ്റുമുള്ളവരോട് നാം കരുണ കാണിക്കുമ്പോൾ, എല്ലാ ജനങ്ങളോടും നാം ഔദാര്യം കാണിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. ഇഹപരലോകങ്ങളിൽ അള്ളാഹു നമ്മെ വിജയിപ്പിക്കുകയും ചെയ്യും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, فَأَمَّا مَنْ أَعْطَى وَاتَّقَى وَصَدَّقَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْيُسْرَى. ഏതൊരു വ്യക്തി ദാനം ചെയ്യുകയും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുകയും അത്യുദാത്തമായ സ്വർഗത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നുവോ അവന് വിജയത്തിന്റെ വഴി, എളുപ്പത്തിന്റെ വഴി നാം സുഗമമാക്കി കൊടുക്കുന്നതാണ്. സത്യവിശ്വാസികളെ, അതിമഹത്തരമായ ഒരു മാനവിക മൂല്യത്തെക്കുറിച്ച്, ഉന്നതമായ ഒരു ഈമാനിക സ്വഭാവത്തെക്കുറിച്ച്, ധനത്തിന് വർധനവ് നൽകുകയും മനസ്സിനെ പിശുക്കിൽ നിന്ന് സംരക്ഷിക്കുകയും വിശുദ്ധ റമദാനിൽ ഏറെ പ്രസക്തമാവുകയും ചെയ്യുന്ന ദാനധർമ്മമെന്ന അതിമഹത്തരമായ മൂല്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ചിലത് പറയുകയാണ്. ഔദാര്യവാനാവുക, ഓശാരമായി എല്ലാവർക്കും നൽകുക എന്നത് അള്ളാഹു തന്നെ സ്വന്തത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഗുണമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആൻ പറയുന്നത് പ്രകാരം അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എന്നാണ്. ഓരോ വസ്തുവിനും അതിന്റെ പ്രകൃതം ഓശാരമായി നൽകുകയും പിന്നെ അവയ്ക്ക് വഴി കാണിക്കുകയും ചെയ്തവനാണ് ഞങ്ങളുടെ രക്ഷിതാവ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകൃതമായിരുന്നു ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നത്. പ്രവാചകർ എപ്പോഴും അത്യുദാരനായിരുന്നു. ദാരിദ്ര്യം ഭയപ്പെടാതെ കൈയഴിഞ്ഞു നൽകുന്നവരായിരുന്നു വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാം ചെലവഴിക്കുന്നവരായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മാ സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ ഖത്തു ഫഖാല ലാ. ഏതെങ്കിലും ഒരു കാര്യം ചോദിക്കപ്പെട്ടിട്ട് അത് നൽകാനാവില്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല. കവി പാടിയതുപോലെ, കരീമുൻ ഇദാ മാ ജിഅത ലിൽ ഖൈരി ത്വാലിബ ഹബാക ബിമാ തഹ്വി അലൈഹി അനാമിലു. വല്ലതും അന്വേഷിച്ച് പ്രവാചകരുടെ സന്നിധിയിൽ താങ്കൾ ചെന്നാൽ സാധ്യമാവുന്നതെല്ലാം, കയ്യിലുള്ളതെല്ലാം പ്രവാചകർ തന്നുവിടും. വലൗലം യകുൻ ഫീ കഫ്ഫിഹി ഗൈറു റൂഹിഹി ലജാദ ബിഹാ ഫൽയത്തഖില്ലാഹ സായിലു. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് റൂഹല്ലാതെ, ചങ്കല്ലാതെ ഒന്നും കയ്യിലില്ല എങ്കിൽ ആ ചങ്കു പറിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താങ്കൾക്കു നൽകും. അതുകൊണ്ട് പ്രവാചകരോട് ചോദിക്കുന്നവർ സൂക്ഷിച്ചുകൊള്ളുക സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കുടുംബത്തോടും ധാരാളമായി ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകരു പറഞ്ഞതിങ്ങനെയാണ്, അഅതി വലാ തുഹ്സി, നൽകിക്കൊണ്ടേയിരിക്കുക, കണക്കുവെക്കേണ്ടതില്ല എന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അവിടത്തെ വിശ്രുതരായ അനുചരന്മാരും പിന്തുടർന്നു. കാരണം ദാനധർമ്മം ചെയ്യുന്നവരാണ് ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരരായിട്ടുള്ളവർ. പ്രവാചകർ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ് വ അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരരായ ജനങ്ങളാരാണ്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? പ്രവാചകര് പറഞ്ഞു, അഹബ്ബുന്നാസി ഇലല്ലാഹ് അംഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ളത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരാണ്.
വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. എന്നാൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് നാം പകർന്നു നൽകുന്ന സന്തോഷമാണ്. അതല്ലെങ്കിൽ ഔ തക്ഷിഫു അൻഹു കുർബ, അവന്റെ ഒരു വിഷമം താങ്കൾ പരിഹരിക്കുന്നതാണ്. ഔ തഖ്ളി അൻഹു ദൈന, അല്ലെങ്കിൽ അവന്റെ കടം വീട്ടിക്കൊടുക്കുന്നതാണ്. ഔ തത്റുദു അൻഹു ജൂഅ, അല്ലെങ്കിൽ അവന്റെ വിശപ്പിനെ ഇല്ലായ്മ ചെയ്യലാണ്. തുടർന്നു പ്രവാചകർ ഒരു കാര്യം കൂടി പ്രഖ്യാപിച്ചു, വല അൻ അംശിയ മഅ അഖില്ലി ഫീ ഹാജ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദി ശഹ്റ. എന്റെ ഒരു സഹോദരന്റെ ഒരു വിഷയം പൂർത്തീകരിച്ചു കിട്ടുന്നതിനു വേണ്ടി അവനോടുകൂടെ സഞ്ചരിക്കുന്നത്, അവനോടൊപ്പം പോവുന്നത് എന്റെ ഈ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമാണ്, പ്രിയങ്കരമാണ് എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ദാനധർമ്മങ്ങളുടെ മാസത്തിലാണ്. ദാനധർമ്മങ്ങളുടെ രൂപങ്ങൾ പലവിധമുണ്ട്. അത് പല മേഖലകളിലാവാം. പുഞ്ചിരി ദാനമാണ്. ഒരു നല്ല വാക്ക് ദാനമാണ്. വീട്ടുകാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ദാനമാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് ദാനമാണ്. എന്നു മാത്രമല്ല, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കും വിഷമങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നത് ദാനമാണ്. എന്നു മാത്രമല്ല, അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു വ്യക്തി വഖഫ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദാനമാണ്, പ്രതിഫലാർഹമാണ്. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന മിമ്മ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി ഇൽമൻ അല്ലമഹു വനശറ. ഒരാൾക്ക് തന്റെ മരണശേഷവും സൽക്കർമ്മം നിതാന്തമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിലൊന്ന് അയാൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത അറിവുകളാണ്, ഇൽമാണ്. മറ്റൊന്ന് വവലദൻ സാലിഹൻ തറകഹു, മരണസമയത്ത് ഭൂമിയിൽ വിട്ടേച്ചുപോയ സ്വാലിഹീങ്ങളായ മക്കളാണ്. മൂന്നാമത്തേത് വമുസ്ഹഫൻ വറസഹു, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ വഖഫ് ചെയ്ത മുസ്ഹഫുകളാണ്. ഔ മസ്ജിദൻ ബനാഹ്, അല്ലെങ്കിൽ അവൻ നിർമ്മിച്ച ഒരു പള്ളിയാണ്. ഔ ബൈതൻ ലിബ്നിസ് സബീലി ബനാ, അല്ലെങ്കിൽ വഴിയാത്രക്കാർക്ക് ഉപകാരപ്പെടുന്നതിനു വേണ്ടി അവൻ നിർമ്മിച്ചിരിക്കുന്ന ഒരു സത്രമാണ്, ഒരിടത്താവളമാണ്. ഔ നഹ്റൻ അജ്റ, അല്ലെങ്കിൽ അവൻ ധനം ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു പുഴയാണ്, നീർച്ചാലാണ്. ഔ സ്വദഖതൻ അഖ്റജഹ മിൻ മാലിഹി ഫീ സിഹ്ഹതിഹി വഹയാതിഹി യൽഹഖുഹു മിൻ ബഅദി മൗതിഹി, അതുമല്ലെങ്കിൽ ജീവിതകാലത്ത് സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് അവൻ നീക്കിവെച്ച ഒരു ദാനധർമ്മമാണ്. ഇവയെല്ലാം മരണശേഷവും സത്യവിശ്വാസിക്ക് നിതാന്തമായ പ്രതിഫലമായി ഖബറിൽ എത്തിക്കൊണ്ടേയിരിക്കുമെന്ന്. അള്ളാഹു വിശ്വാസികൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന അവരുടെ സമ്പാദ്യങ്ങളിലെ സക്കാത്തും ദാനധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതു തന്നെയാണ്. അതുവഴി അള്ളാഹു സമ്പാദ്യത്തിന് വർധനവ് നൽകും. അവർക്ക് അള്ളാഹു നൽകിയതിൽ ഐശ്വര്യം നൽകിക്കൊണ്ടുമിരിക്കും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വല്ലതും സക്കാത്തായി നൽകുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരാണ് അവരുടെ സമ്പാദ്യത്തെ ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ. നസ്അലുല്ലാഹ തആല അൻ യജഅലനാ ലിൽ അതാഇ മുസാരിഈൻ وإلى الخيرات سابقين وأن يتقبل إنفاقنا وعطاءنا وصالحات أعمالنا. ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് നമുക്കെല്ലാവർക്കും ദാനധർമ്മങ്ങൾക്കുള്ള തൗഫീഖ് ഉണ്ടാകുവാനും നമ്മുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കുവാനും പ്രാർത്ഥിക്കുകയാണ്. സത്യവിശ്വാസികളെ, അള്ളാഹുവിങ്കൽ നന്മകളുടെ കേദാരങ്ങളുണ്ട്. എന്നാൽ ആ കേദാരങ്ങളുടെ താക്കോലുകൾ ഭൂമിയിലെ നല്ല മനുഷ്യരാണ്. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന മിനന്നാസി മഫാതീഹ ലിൽ ഖൈർ മഗാലീഖ ലിശ്ശർ. ജനങ്ങളിൽ നന്മയുടെ താക്കോലുകളായ തിന്മകളെ തടഞ്ഞു നിർത്തുന്ന ചിലയാളുകളുണ്ട്. അതേസമയം വ ഇന്ന മിനന്നാസി മഫാതീഹ ലിശ്ശർരി മഗാലീഖ ലിൽ ഖൈർ, തിരിച്ച് തിന്മയുടെ താക്കോലുകളാവുകയും നന്മകളെ
തടഞ്ഞുവെക്കുകയും ചെയ്യുന്നവരുമുണ്ട്. ഫതൂബ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ഖൈരി അലാ യദൈഹി. അതുകൊണ്ട് ആരെയാണോ അല്ലാഹു നന്മയുടെ താക്കോലുകളാക്കുന്നത് അവർക്കു തന്നെയാണ് സന്തോഷം, അവർക്കാണ് സ്വാഗതം എന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇഖ്തസ്സഹും ബിന്നിഅമി ലിമനാഫിഇൽ ഇബാദ് യുഖിറുഹും ഫീഹാ മാ ബദലൂഹ. അല്ലാഹു ജനങ്ങളുടെ ഉപകാരത്തിനു വേണ്ടി അവരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അവരത് ചെലവഴിക്കുന്നിടത്തോളം കാലം അല്ലാഹു അവരുടെ ഐശ്വര്യം നിലനിർത്തുകയും ചെയ്യും. അവർ ചെലവഴിക്കുന്നതിന് അല്ലാഹു പകരം നൽകും. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ദാനധർമ്മങ്ങളുടെ ഈ വിശുദ്ധകാലം നാം വിനിയോഗിക്കണം. നാം ദാനധർമ്മങ്ങളുടെ മഹത്തായ രാജ്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന് അടിത്തറയിട്ടിരിക്കുന്നത് സായിദുൽ അതാ ആണ്. ദാനധർമ്മങ്ങളുടെ പിതാവായ അൽ വാലിദ് സായിദ് അവർകളാണ്. അദ്ദേഹം ഈ രാജ്യത്തിന് ഔദാര്യങ്ങളുടെയും കാരുണ്യത്തിന്റെയും അടിത്തറയാണ് സംവിധാനിച്ചിരിക്കുന്നത്. നന്മയുടെ എല്ലാ വാതിലുകളിലും അദ്ദേഹം മുട്ടിയിട്ടുണ്ട്. അപരർക്ക് ഗുണകരമാവുന്ന എല്ലാ കാര്യങ്ങളിലും അവർ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മഹാനായ പിതാവിന്റെ വഴിയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആദരണീയരായ പുത്രന്മാരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ നന്മയുടെ കരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര ആവശ്യക്കാർക്കാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്, എത്രയെത്ര ഹതാശർക്കാണ് അവർ സഹായമെത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര നന്മയുടെ വാതിലുകളാണ് അവർ തുറന്നിരിക്കുന്നത്. ലോകത്തിന് ഔദാര്യങ്ങളുടെ, കാരുണ്യ പ്രവർത്തനങ്ങളുടെ തുല്യതയില്ലാത്ത മാതൃകയാണ് അവർ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമ്മൾ ഓരോരുത്തരും ദാനധർമ്മങ്ങളിൽ ഈ വിശുദ്ധ സമയത്ത് വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ സജീവമാകേണ്ടതുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ തൃപ്തി, ലോകരക്ഷിതാവിന്റെ സ്നേഹവും നമുക്ക് നേടിയെടുക്കാനാവണം. ലോക സമൂഹങ്ങൾക്ക് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. ഈ മഹത്തായ രാജ്യം നന്മകളുടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ, ദാനധർമ്മങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ എപ്പോഴും ഉണ്ടാവണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.